ജോയ്സ് ടിവിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് നമ്മോടൊപ്പം ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസിയാണ് തന്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യാനായി കടന്നു വന്നിരിക്കുന്നത്. നാം എല്ലാം അറിയുന്നത് പോലെ നമ്മുടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ പാർലമെന്റിൽ ഏകദേശം 5 വർഷത്തോളം പാർലമെന്റ് മെമ്പർ ആയിരുന്ന പ്രിയ എം ലോറൻസിന്റെ മകളാണ് നമ്മോടൊപ്പം ആയിരിക്കുന്നത്. കേരളത്തിന്റെ LDF കൺവീനറായി 10 വർഷം സേവനമനുഷ്ഠിച്ച ഒരു അനുഗ്രഹിക്കപ്പെട്ട രാഷ്ട്രീയ പാരമ്പര്യത്തിലിരുന്നതായ ഒരു വ്യക്തിയുടെ മകളാണ്. കർത്താവ് തന്നെ എങ്ങനെ സന്ദർശിച്ചുവെന്നും തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളും ഒക്കെ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഷെയർ ചെയ്യാനായി ആ പ്രിയ കർത്താവിന്റെ ദാസിയെ ഞങ്ങൾ ജോയ്സ് ടിവിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു സിസ്റ്റർ. ജോയ്സ് ടിവിയിലേക്ക് എന്നെ സ്വാഗതം ചെയ്തതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. താങ്ക് യു. ആമേൻ. സിസ്റ്റർ സന്തോഷമായിരിക്കുന്നുവല്ലോ? കർത്താവിന്റെ കൃപയാൽ സന്തോഷമായിരിക്കുന്നു സിസ്റ്റർ. ഓക്കെ. കർത്താവിനെ കണ്ടുമുട്ടിയത് ഒരു പാരമ്പര്യ രാഷ്ട്രീയ കുടുംബത്തിൽ, ഒരു വലിയ ഉന്നത രാഷ്ട്രീയ കുടുംബത്തിൽ നിന്ന് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുവാനുള്ളതായ ഒരു ഭാഗ്യം കർത്താവ് തന്നു. ആ കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളോട് ഷെയർ ചെയ്യുവാനായി കടന്നു വന്നിരിക്കുന്നത്. കർത്താവിന്റെ ദാസിയെ ദൈവം അനുഗ്രഹിക്കട്ടെ. അത് ഷെയർ ചെയ്തതിനു മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. നീ മുൻ നിയമിച്ചവരെ തിരഞ്ഞെടുക്കുന്ന ദൈവമാകയാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്ന കർത്താവെ. ലോകസ്ഥാപനത്തിനു മുന്നമേ ഞങ്ങളെ കണ്ടിരിക്കിയാൽ അങ്ങക്ക് നന്ദി അർപ്പിക്കുന്ന കർത്താവെ. വിലയേറിയ ദാസ്യമായി ഒരു പ്രാവശ്യം ദൈവസന്നിധിയിലായിരിക്കും കർത്താവിടെ ആക്കിയതിനായി സ്തോത്രം. ദൈവം നടത്തിയ വിധങ്ങളും വഴികളും കർത്താവ് തിരഞ്ഞെടുത്ത വിധങ്ങളും ഒക്കെ സംസാരിപ്പാൻ ഞങ്ങളുടെ ദാസ്യ ദൈവം ബലപ്പെടുത്തിയാട്ട് കേൾവി ഏറ്റവും അനുഗ്രഹവും ആശ്വാസവുമായി തീരുവാന് കർത്താവ് സഹായിച്ചാട്ട് അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ദേവദാസി പേരെന്ന് പറഞ്ഞാട്ട്? എന്റെ പേര് സുജാത ബോബൻ. ഒഫീഷ്യൽ നെയിം സുജാത മാടമാക്കൽ ലോറൻസ്. അപ്പച്ചന്റെ പേര് MM ലോറൻസ് എന്നാണ് അപ്പച്ചന്റെ പേര്. ഓക്കെ ഓക്കെ. ദേവദാസി തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദേവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങള് ജനിച്ച് വളർത്തപ്പെട്ടത് കത്തോലിക്കരാണ്. എൻ്റെ മാതാപിതാക്കള് അവർ രണ്ടുപേരും കത്തോലിക്കരായിരുന്നു. പക്ഷെ അപ്പച്ചന്റെ പിതാവ് ഒരു യുക്തിവാദിയും നിരീശ്വരവാദിയും ഒക്കെ ആയിരുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ അപ്പച്ചനും വളർന്നു വന്നപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ആകർഷണമാവുകയും പിന്നെ യുക്തിചിന്തകളും മറ്റുമായിട്ട് ദൈവമില്ല എന്ന് പറഞ്ഞാല് ജാതി മതം ഒന്നുമില്ല, ദൈവങ്ങളില്ല. ഈ ഏകദൈവം എന്നുള്ള ഒന്നും അവർക്ക് അറിയില്ലല്ലോ. അപ്പൊ പല ദൈവങ്ങളും പല ജാതി മതമൊക്കെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതും അവർ തമ്മിൽ വൈരാഗ്യം ഉണ്ടാക്കുകയും അങ്ങനെ പല പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന ഇതായതുകൊണ്ട് അങ്ങനെ ഒരു ജാതി മതമൊന്നും ഇല്ലാതെയാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളുടെ പേരുകളൊക്കെ ഇടുമ്പോഴാണെങ്കിലും ഒരു ജാതിയുടെ മതത്തിന്റെയും പേരിടില്ല. എന്നാൽ അപ്പച്ചന്റെ വീട്ടില് 12 മക്കളുണ്ട്. എല്ലാവരുടെയും പേര് ബൈബിളിലുള്ള പേരുകളൊക്കെയാണ്. ലാസർ തുടങ്ങിയ അബ്രഹാം വരെ എല്ലാവരും ഉണ്ട്. പക്ഷെ ഞങ്ങളുടെ പേരിട്ടപ്പം എന്റെ പേര് സുജാത എന്നിട്ടു. അതുപോലെ സഹോദരങ്ങളുടെയൊക്കെ പേര് അങ്ങനെയൊക്കെ ഇടാനിടയായി. ഞങ്ങള് മാമോദീസ ഒന്നും ഞങ്ങൾക്ക് തന്നിരുന്നില്ല. കുഞ്ഞിലെയുള്ള മാമോദീസ കത്തോലിക്ക ഇതിലായിരിക്കുമ്പം തരുന്ന മാമോദീസ ഒന്നും തന്നിരുന്നില്ല. അമ്മയ്ക്ക് കുറെ ഭക്തിയും ഉണ്ടായിരുന്നു. കത്തോലിക്ക സഭയിൽ തന്നെ ആയിരുന്നു. അതുകൊണ്ട് ആ ഒരു ഭക്തിയും ആ ഒരു ഭയമൊക്കെ ദൈവഭയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് മാമോദീസ തരാത്തോണ്ട് അമ്മയ്ക്ക് ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ സ്കൂളില് ഒരു 6ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിരുന്നതുകൊണ്ട് കാറ്റഗിസം ക്ലാസ്സിൽ പോയിരിക്കില്ലായിരുന്നു. മോറൽ സയൻസ് ക്ലാസ്സിലായിരുന്നുകൊണ്ടിരുന്നത്. അപ്പൊ അത് അവർക്ക് അപ്പച്ചനെയൊക്കെ അറിയാം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ പോയിട്ട് ആ ക്ലാസ്സിൽ ഇരിക്കുന്നു എന്നൊക്കെ അന്വേഷിച്ചു വന്നപ്പം ഞങ്ങള് മാമോദീസ മുങ്ങിയിട്ടില്ല എന്നറിയാം. അങ്ങനെ പിന്നെ വീട്ടില് സംസാരിക്കും. അങ്ങനെ അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്തു. സിസ്റ്റേഴ്സ് കുറച്ച് പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ച് ഞങ്ങള് 4 മക്കളാണ്. എന്റെ മാതാപിതാക്കൾക്ക് ഞങ്ങളെ നിരത്തി നിർത്തി തലയിൽ വെള്ളം തളിച്ച് ഒരുമിച്ച് മാമോദീസ നടത്തി. അതിൽ പിന്നെ ഞാൻ കാറ്റഗിസം ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി.
ആം, പിന്നെ ഞാൻ 9th-ലായപ്പം ബോർഡിംഗ് സ്കൂളിൽ, സെയിം സ്കൂളിൽ തന്നെ ബോർഡിങ്ങിലായിരുന്നു. അപ്പം കത്തോലിക്ക ചർച്ചിൻ്റെതായതുകൊണ്ട് നമുക്ക് രാവിലെ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകണം, കുർബാന കൈക്കൊള്ളണം, അതൊക്കെ നിർബന്ധമായിരുന്നു ബോർഡിംഗ് സ്കൂളിന്റെ ആര്. അങ്ങനെ ഞാൻ വളർന്നു വന്നു. അങ്ങനെ ഇരിക്കുമ്പം എന്റെ വീട്ടില് എന്റെ അപ്പച്ചൻ പൊതുവെ ശാന്തനാണ്, ഒരു സൗമ്യതയൊക്കെയുള്ള ഒരു വ്യക്തിയാണ്. ദൈവം ഇല്ലെന്ന് പറയുമെങ്കിലും ആ നല്ല മനസാക്ഷി ഇത് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ, ദൈവം ഇല്ല എന്ന് പറയുമ്പോ തന്നെ ആ, നല്ലതായിട്ട് ജീവിക്കണം എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. സിസ്റ്റർ ഈ രാഷ്ട്രീയത്തിലായിരുന്നോ അപ്പം ഈ സമയത്ത് പിതാവ് ഫാദർ ഈ അപ്പച്ചൻ ഞങ്ങള് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ അപ്പച്ചൻ രാഷ്ട്രീയത്തിലായിരുന്നു. അന്നെന്ന് പറഞ്ഞാല് ഈ കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എതിർപ്പുകളുള്ള സമയം. ഗവൺമെന്റ് ഒക്കെ പിടിച്ച് ജയിലിടും, അങ്ങനെ ഒത്തിരി പ്രയാസങ്ങളുള്ള സമയത്താണ് അപ്പച്ചനൊക്കെ ആ കമ്മ്യൂണിസത്തിലേക്ക് വരുന്നത്. ആദ്യം കോൺഗ്രസ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പച്ചന്റെ മൂത്ത ബ്രദറ് സ്വാതന്ത്ര്യ സമര സേനാനി, മറ്റേ ഗാന്ധിയുടെ ഒക്കെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ബ്രദറാണ് അപ്പച്ചനെ രാഷ്ട്രീയത്തിലേക്ക് പതുക്കെ കൈപിടിച്ച് കൊണ്ടുവരുന്നത്, കോൺഗ്രസിലേക്ക്. പക്ഷെ അതിനിടയിൽ അപ്പച്ചൻ ഇതിൽ നിന്ന് സ്ലിപ്പായി കമ്മ്യൂണിസത്തിലേക്ക് മാറിയതൊന്നും ചേട്ടൻ അറിഞ്ഞില്ല. അറിഞ്ഞപ്പോ അതിൽ നിന്ന് പിന്തുണപ്പിക്കാൻ നോക്കിയെങ്കിലും അപ്പച്ചൻ അതിലങ്ങ് ഇതായിരുന്നു കമ്മ്യൂണിസം. അങ്ങനെ ഞങ്ങള് എനിക്ക് 15 ദിവസമുള്ളപ്പോ അപ്പച്ചനെ ജയിലിൽ പിടിച്ചുകൊണ്ട്, അതായത് പണ്ടൊക്കെ പട്ടാളം വീട് കോമ്പൗണ്ടൊക്കെ വളർന്നു നിന്നിട്ടാണ് ആൾക്കാരുണ്ടോന്നൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അമ്മ പറഞ്ഞു, അമ്മ അന്ന് ഡെലിവറി കഴിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് ആ റൂമിൽ കയറൂല അവര്. അങ്ങനെ അപ്പച്ചൻ ആ റൂമിലിരുന്ന് അന്ന് പിടിച്ചില്ല. അല്ലെങ്കിൽ ഇവര് മിക്കവാറും ഒളിവിലൊക്കെ. ഇവര് അതുപോലെ എതിർപ്പാണ് കമ്മ്യൂണിസത്തിന്, അന്ന് ഒത്തിരി എതിർപ്പുള്ള സമയം. അപ്പൊ ഞങ്ങളൊക്കെ വളർന്നു വരുമ്പം പിന്നെ അപ്പത്തേക്ക് അപ്പച്ചൻ കുറച്ചുകൂടെയൊക്കെ ആ ഒരു ഇതിലേക്ക് കൗൺസിലറൊക്കെ ആയി, കൊച്ചിൻ കോർപ്പറേഷൻ കൗൺസിലർ, അങ്ങനെ ഓരോ സ്ഥാനങ്ങളും. ജയിലിലൊക്കെ ഒത്തിരി കിടന്നിട്ടുണ്ട്. എന്നാലും പുറത്തു വന്നു കഴിയുമ്പോൾ ഇവർക്ക് സപ്പോർട്ട് കൂടുകയാണല്ലോ. അങ്ങനെ കൗൺസിലറായി, അങ്ങനെ ചില സ്ഥാനങ്ങളൊക്കെ കിട്ടിയ. ഞങ്ങളെ സ്കൂളിലൊക്കെ ആകുമ്പോഴേക്കും ചില സ്ഥാനങ്ങളിലൊക്കെയാണ് അപ്പച്ചൻ. പിന്നെ ഞങ്ങളെ മാമോദീസ നടത്തി. ഞാൻ പറഞ്ഞ പോലെ ചർച്ചിലൊക്കെ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പച്ചനൊരു എല്ലാരോടും നന്നായിട്ട് ഇടപെടുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പച്ചന്റെ മെയിൻ ഒരു ഇഷ്ടമുള്ള കാര്യം, പ്രവർത്തനം അതാണ്. അപ്പൊ സാമൂഹ്യ പ്രവർത്തനം. അമ്മയാണെങ്കിലും നല്ലൊരു അമ്മയാണ്, എല്ലാവരോടും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അമ്മയ്ക്ക്. പക്ഷെ അപ്പച്ചനും അമ്മയും തമ്മിൽ കാണുമ്പം വീട്ടില് പ്രശ്നമാണ്. മിക്കവാറും അപ്പച്ചനും അമ്മയും തമ്മിൽ കാണുമ്പോൾ അവിടെ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടാവും. ഞാനും മൂത്ത മകള്, എന്റെ മൂത്ത ബ്രദർ കഴിഞ്ഞാൽ ഞാനും മൂത്ത മകള്. അപ്പൊ ഞാൻ വലുതായി വരുംതോറും അപ്പച്ചൻ രാത്രിയൊക്കെ ആയിരിക്കും പാർട്ടി ഓഫീസിൽ നിന്ന് വരുമ്പോ വരാൻ കാത്തിരിക്കും അമ്മ വഴക്കുണ്ടാക്കാൻ. അപ്പൊ ഒരു സ്പിരിറ്റ് അമ്മ അങ്ങ് റെഡിയായിരിക്കുക ഫൈറ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇത് നമുക്കൊക്കെ മനസ്സിലാവും. എന്നിട്ട് വന്നു കഴിയുമ്പം തുടങ്ങും അമ്മ അപ്പച്ചനെ അങ്ങ് സംശയമാവും. അപ്പം ഇവിടെ അപ്പച്ചൻ അവിടെ പോയി ഇവിടെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും. പിന്നെ അങ്ങ് വഴക്കായി ഞാൻ അങ്ങ് കിടന്ന് കരയാൻ തുടങ്ങും. ഞാൻ ഒച്ച വെച്ച് കരഞ്ഞു കഴിയുമ്പം അടുത്തുള്ളവരൊക്കെ കേൾക്കുമല്ലോ, അങ്ങനെ ഇവരെ നിർത്തും. അങ്ങനെ ഞാനതൊരു ടെക്നിക്കായിട്ട് അങ്ങ് എടുത്തു. എപ്പോ ഇവര് വഴക്കുണ്ടാക്കിയാലും അപ്പൊ ഞാനങ്ങ് പിന്നെ കുറച്ച് കഴിഞ്ഞ് ഞാൻ 9th-ലായപ്പോ അപ്പച്ചൻ എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കി. പഠിത്തമൊക്കെ ഒരു ഇതാവരുതല്ലോ എന്നൊക്കെ ഓർത്തു. പിന്നെ അത് മാത്രമല്ല, അപ്പോഴും എന്നെ ബോർഡിംഗ് സ്കൂളിലാക്കുന്ന. വീട്ടിലെ ഒരു പ്രശ്നമൊക്കെ അപ്പച്ചന് ഇതായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പച്ചനെ അടിയന്തരാവസ്ഥയ്ക്ക് ജയിലിൽ പിടിച്ചുകൊണ്ട്, ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് 19 മാസം അപ്പച്ചൻ ജയിലിലായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ ബോർഡിംഗ് സ്കൂളിലാണ്. ഞാൻ അത് കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കപ്പോ ഈ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഡൗട്ട് എന്റെ കൊച്ചിലെ മുതൽ എന്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഞാൻ എന്റെ അപ്പച്ചന്റെ ഫാദറിനോട് ഞാൻ ഇങ്ങനെ ചോദിക്കും, ദൈവം ഉണ്ടോ? അല്ല, അപ്പച്ചനോട് ചോദിക്കുമ്പോ അപ്പച്ചൻ പറയും, അപ്പച്ചന്റെ ഫാദറിനോട് ചോദിക്കാൻ പറയാം. അപ്പൊ അപ്പച്ചന്റെ ഫാദർ ഒരു യുക്തിവാദിയൊക്കെയാ. അപ്പൊ പുള്ളിയോട് അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചപ്പോ അത് ലോറൻസിനോട് ചോദിച്ചാൽ മതി, അതായത് എന്റെ അപ്പച്ചനോട് ചോദിച്ചാൽ മതി. അങ്ങനെ എന്റെ അപ്പച്ചനാണ് പുള്ളിയുടെ ദൈവം എന്ന്. അപ്പൊ ഞാൻ ഈ ചെറുപ്പത്തിലെ മുതൽ ഇങ്ങനെ ഈ ദൈവം ഉണ്ടോ ഇല്ല എന്നുള്ള എന്റെ ഉള്ളിലൊരു വലിയ ചോദ്യമായിരുന്നു. കാരണം പ്രാർത്ഥിക്കുന്നു, പള്ളിയിൽ പോകുന്നു, നൊവേനയ്ക്ക് പോകുന്നു, എല്ലാം ചെയ്യുന്ന അമ്മയ്ക്ക് ഒരു സമാധാനം ഇല്ല. ഇതൊന്നും ചെയ്യാത്ത അപ്പച്ചൻ വളരെ ഇതായിട്ട് വീട്ടിൽ വരുമ്പോഴുള്ള ഈ പ്രശ്നങ്ങളേ ഉള്ളൂ. ഇല്ലെങ്കിൽ അപ്പച്ചൻ വളരെ ഇതായിട്ടാ പോകുന്നത്. അപ്പൊ ഞാനും ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആയപ്പോ ഞാൻ വിചാരിച്ചു അപ്പച്ചന്റെ വഴിയാ ശരി. കാരണം സമാധാനത്തോടെ ജീവിക്കുന്ന അപ്പച്ചനാണല്ലോ. അപ്പം അമ്മ ഈ പറയുന്ന ദൈവമൊന്നും ഇല്ല. അങ്ങനെ ഞാനും അതിലോട്ടങ്ങ് ചായാൻ തുടങ്ങി.
അങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് ചില ബുക്സ്, അപ്പച്ചൻ ഒത്തിരി ബുക്സ് വായിക്കുമായിരുന്നു. അങ്ങനെ യുക്തിചിന്തകൾ എന്നുള്ള ബുക്ക് കിട്ടി. ഞാനത് വായിച്ചു വന്നപ്പോഴത്തേക്കും ഈ ദൈവത്തെ സ്തുതിക്കുന്നത് മുഖസ്തുതി പറയുവാണെന്നും പിന്നെ നേർച്ചയിടുന്നത് കൈക്കൂലി കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ കുറെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ചെറുപ്പത്തിലെ മുതല് നമ്മള് കേട്ട് വന്നേക്കുന്നത് ഇതൊക്കെ തെറ്റാന്ന് തന്നെ കേട്ട് വന്നേക്കുന്നത്. അപ്പൊ ശരിയാ, ദൈവത്തിന് കൈക്കൂലി കൊടുക്കുക, ദൈവത്തിനോട് അങ്ങനെയൊക്കെ. അപ്പൊ ഞാനും ആ ഒരു തീരുമാനത്തിലെത്തിയത് ഇനി പ്രാർത്ഥന അത് ശരിയല്ല. അപ്പൊ അങ്ങനെ ഒരു പ്രാർത്ഥിക്കേണ്ട അതിന്റെ ആവശ്യമില്ല. ഞാൻ നോക്കിയിട്ടോട്ട് ദൈവത്തെ ഒരിടത്തും കാണുന്നുമില്ല. അങ്ങനെ പിന്നെ കുറെ വർഷങ്ങള് അങ്ങനെ പോയി. എന്റെ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞു. ഏകദേശം 10-20 വർഷത്തോളം ഞാൻ ദൈവമില്ലാതെ ദൈവത്തോട് പ്രാർത്ഥിക്കാണ്ടൊക്കെ അങ്ങനെ മുന്നോട്ട് പോയി. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോ വിവാഹം കഴിഞ്ഞു. അപ്പോഴും ഒന്നും പള്ളിയിൽ വെച്ചാണ് വിവാഹം നടന്നത്. എന്നാലും പ്രാർത്ഥനയൊന്നും അന്നും ഇല്ലായിരുന്നു. പള്ളിയിൽ വെച്ച് നടത്തിയെന്ന് ആ ചടങ്ങ് നടത്തിയതൊക്കെ ഉള്ളൂ. അത് കഴിഞ്ഞ് വിവാഹം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്കും ഈ അമ്മയുടെ ഒരു സംശയരോഗം എന്നിലും തുടങ്ങി. അപ്പൊ എനിക്ക് ഞാൻ അതുവരെ നല്ലൊരു കുട്ടി എന്നുള്ളൊരു കുറച്ചെങ്കിലൊക്കെ നല്ല കുട്ടി എന്നൊക്കെ ഒരു പേര് കിട്ടിക്കൊണ്ടിരുന്ന ഞാനാകെ എല്ലാവരുടെയും കണ്ണിലൊരു മറ്റേ ഹസ്ബൻഡിന്റെ അവിടെ ഒരു കണ്ണിലെ കരട് പോലെയായി. ഞാൻ പ്രശ്നം ഉണ്ടാക്കുക. എന്റെ ഹസ്ബൻഡിന് എപ്പോഴും സംശയം. ആ ഒരു ജോലിക്ക് പോയിട്ട് ലേറ്റ് ആയാലും അങ്ങനെയൊക്കെ വരുമ്പോ ഞാനും തുടങ്ങി. അങ്ങനെ വന്നപ്പോഴത്തേക്കും എല്ലാരും എനിക്കെതിരായിട്ടുള്ളൊരു ആ ഒരു ഫീലിംഗ് എനിക്ക് അങ്ങനെ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു അപ്പോഴേക്കും ഞങ്ങൾക്ക് 3 മക്കളെ ദൈവം ദാനമായിട്ട് തന്നു. ആദ്യത്തെ 2 ഇരട്ട കുട്ടികളും പിന്നെ ഒരു മോനും, അങ്ങനെ 3 ആൺമക്കളാണ് ഞങ്ങൾക്കുള്ളത്. അത് കഴിഞ്ഞ മൂത്ത മക്കൾക്ക് ഒരു 7 വയസ്സായപ്പോ ഞങ്ങൾ ദുബായിലേക്ക് പോയി ജോലിക്കായിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിലും ഞങ്ങൾ തമ്മിലുള്ള വിഷയങ്ങൾ എപ്പോഴും ഇങ്ങനെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പം എന്റെ അമ്മ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മയുടെ ആ ഒരു രോഗം അത് തന്നെയാണ് എനിക്കും എന്നുള്ള ആ ഒരു ഇതിൽ ഞാനും എത്തി. ഞാൻ എന്നിട്ട് ഒരു പ്രാവശ്യം ഇവിടെ നാട്ടിൽ വന്നപ്പം ഒരു ലേഡി സൈക്യാട്രിസ്റ്റിനെ കണ്ടു. കാര്യങ്ങളൊക്കെ അമ്മയുടെ കാര്യവും പറഞ്ഞു, എന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്കൊരു 2 ആഴ്ചത്തേക്ക് മെഡിസിൻ തന്നു. ഞാൻ ആ മെഡിസിനും കൊണ്ട് അവിടെ പോയി. അവിടെ ഈ മെഡിസിൻ ഒന്നും നമുക്ക് വാങ്ങിക്കാൻ കിട്ടൂല. 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്കും മെഡിസിനൊക്കെ തീർന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടാന്നുള്ളതിൽ അങ്ങനെ ഇരിക്കുമ്പം എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചുകൊണ്ട് ഈ കരിസ്മാറ്റിക് പ്രയറിന് കൊണ്ട് അവിടെ ദുബായില്. അങ്ങനെ ഞാൻ ദൈവം ഇല്ലെന്ന് പറഞ്ഞു നടന്ന് എനിക്ക് ഇതിന് പോകാൻ ആദ്യം വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷപ്പെടണം. മക്കളും കിടന്ന് കൊച്ചു മക്കൾ അവരും കിടന്ന് വിഷമിക്കുക, ഹസ്ബൻഡും വിഷമിക്കുക, എല്ലാവരും പ്രയാസമാണല്ലോ. ഞാൻ ഒരാള് ഇത് ചെയ്താൽ മതിയല്ലോ എന്നുള്ളതിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പ്രയറിന് പോയി തുടങ്ങി, കരിസ്മാറ്റിക് പ്രയറിന് പോയി തുടങ്ങി. കോട്ടയില് മുരിങ്ങൂര് പോയി ഒരാഴ്ച ധ്യാനം കൂടി. ഇവിടെ വന്നപ്പം പിന്നെ അന്തോണിസ് പുണ്യാളിന്റെ അവിടെ പോയിട്ട് കാസറ്റ് വാങ്ങിച്ചു, കുർബാനയുടെ കാസറ്റ്, നൊവേനയുടെ ഒക്കെ വാങ്ങിച്ചു അങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടി. പിന്നെ ഇവിടെ ഒരു പൂജാരി, ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ട് പറഞ്ഞിട്ട് ഒരു പൂജാരിയുടെ അടുത്ത് പോയി. ഈ ദൈവം ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഇല്ലാന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ഞാൻ ഈ വേണ്ടാത്തതിനൊക്കെ പോയി എന്ന് പറഞ്ഞാൽ സത്യം അതാ ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ പോയി ഈ മെഡിസിൻ തീർന്നു കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ ഒന്നുമില്ല കയ്യില്. അങ്ങനെ പിന്നെ പ്രാർത്ഥനയിൽ കൂടുതലും അങ്ങോട്ട് കരിസ്മാറ്റിക് പ്രയറിനൊക്കെ പോകാൻ തുടങ്ങി. എന്നാലും എനിക്കൊരു സ്വസ്ഥതയും സമാധാനവും ഒന്നും അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളുടെ മക്കള് വലുതായി. അവര് ഹൈസ്കൂളിലൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവരെയും ഒത്തിരി അലട്ടി. അവരുടെ ആ ഒരു വളർത്താനൊന്നും ഞങ്ങൾക്ക് വേണ്ടവണ്ണം ഒന്നും വളർത്താൻ പറ്റിയില്ല. അങ്ങനെ അവരുടെ വിദ്യാഭ്യാസമൊക്കെ ഒത്തിരി പ്രയാസത്തിലായി. ഞങ്ങൾ അങ്ങനെ അവരെ അങ്ങ് ബോർഡിംഗ് സ്കൂളിലാക്കി. ഇവിടെ സേലത്തൊരു സ്കൂളിൽ ബോർഡിങ്ങിലേക്ക് ആക്കി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ദുബായിൽ നിന്ന് അലൈനിൽ വേറൊരു ജോലിയായിട്ട് അങ്ങനെ പോയി. ഞാൻ ഒറ്റപ്പെട്ടു. ഈ സമയത്ത് ഈ മക്കളെ കാണാൻ പറ്റാതെ ഞാൻ അങ്ങ് കരച്ചിലും ഇതും തുടങ്ങി. അപ്പം ഞാൻ കരിസ്മാറ്റിക് പ്രയറിൽ ശരിക്കും പോയി തുടങ്ങിയായിരുന്നു. അങ്ങനെ ഞാൻ കൂടുതലായിട്ട് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ദൈവം എൻ്റെ ഹൃദയത്തിൽ ആ ഒരു ദൈവത്തിന് ഒരു വെളിപ്പാട് തന്നു. അങ്ങനെ കൂടുതലായിട്ട് ഞാൻ ദൈവത്തെ അറിയുവാനും ബൈബിള് വായിക്കാനൊക്കെ തുടങ്ങി. ആ ദൈവസ്നേഹം എനിക്ക് അനുഭവിച്ചറിയാനിടയായി. മക്കളെ ആണെങ്കിലും ദൈവം ഉണ്ടെന്ന് അന്നേരം സിസ്റ്റർ മനസ്സിലായോ? ദൈവം ഉണ്ടെന്ന് അങ്ങനെ ചോദിച്ചാല് ഞാൻ ഒരു അനുഭവം എൻ്റെ എന്ന് പറഞ്ഞാൽ, ഞാൻ ഇവിടെ വന്നപ്പം ഈ ബെന്നിഹിന്റെ ഒരു ബുക്ക് ഗുഡ് മോർണിംഗ് ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്
ആ ബുക്ക് ഇങ്ങനെ വായിച്ചുകൊണ്ട് എനിക്കത് വായിക്കുമ്പോൾ നല്ലൊരു പരിശുദ്ധാത്മാവിന്റെ ഒരു അനുഭവം വരുന്നുണ്ട്. അങ്ങനെ ഞാൻ രാത്രി ഇത് വായിച്ച് കുറച്ച് ഒരു 10-11 മണിയായപ്പോ കിടന്നുറങ്ങി. അപ്പൊ രാവിലെ ഈ കരിസ്മാറ്റിക് പ്രേയറിന് പോകുന്നോണ്ട് ഒരു ചെയിൻ പ്രേയർ ഉണ്ട്. അപ്പൊ രാവിലെ 6 മണിക്ക് എനിക്ക് ടൈം. അപ്പം ഞാൻ 11 മണിയായപ്പോ എന്താ ഇനി ഉറങ്ങാന്ന് വെച്ചാൽ കിടന്നു. അപ്പൊ ഒരു 3 മണിയായപ്പോ വീണ്ടും എനിക്ക് ബുക്ക് വായിക്കണം. അപ്പൊ ഞാൻ എഴുന്നേറ്റ് വീണ്ടും ബുക്ക് വായിച്ചു. അപ്പൊ വായിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ദൈവമേ എനിക്ക് ദൈവത്തെ കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ മുറിയിൽ ഒരു പ്രകാശം വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ എനിക്ക് തോന്നിയത് എനിക്കിത് ഒരു സംശയം പോലെ എനിക്ക് തോന്നി. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാമതും പറഞ്ഞപ്പോ വീണ്ടും എനിക്ക് അങ്ങനെ തോന്നി. അപ്പൊ എനിക്കങ്ങ് പേടിയായി. ഒറ്റയ്ക്കാ ഞാനപ്പം. അത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ചു ദൈവത്തിന് മലയാളം മനസ്സിലായത് ജീസസ് ഐ വാണ്ട് ടു സീ യു എന്ന് ഞാൻ പിന്നെയും പറഞ്ഞപ്പോ വീണ്ടും എനിക്ക് അങ്ങനെ ഒരു ഫീലിംഗ്, അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി ആദ്യ സമയങ്ങളിൽ. അപ്പൊ എന്തോ ഒരു ഇതുണ്ടെന്നുള്ള ആ ഒരു ഫീലിംഗ് എനിക്കപ്പോ അതോടുകൂടെ കിട്ടി. പിന്നെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴാണെങ്കിലും ഞാനങ്ങ് കരഞ്ഞ് എനിക്കങ്ങ് കണ്ണുനീരങ്ങ് വരും. മക്കള് മാറി അവിടെ ബോർഡിങ്ങിൽ പോയതിന്റെ വിഷമവും പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോ എനിക്ക് ആ ഒരു ദൈവസ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോ എന്റെ കൂടെ വർക്ക് വന്ന ഒരു സഹോദരൻ വഴി ഞങ്ങൾ അവിടെ ദുബായിൽ വേറൊരു ടീച്ചർ വഴി ഞങ്ങൾ ഒരിക്കൽ ഒരു പ്രേയറിന് വിളിച്ചുകൊണ്ടുപോയി. അതാണ് ആദ്യമായിട്ടൊരു പെന്തക്കോസ്റ്റൽ പ്രേയർ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രേയറിന് പോയെങ്കിലും അതിലാദ്യമായിട്ട് 2 പ്രാവശ്യം പോയി പിന്നെ അങ്ങ് നിർത്തി. അതിൽ പിന്നെ കരിസ്മാറ്റിക് തന്നെ പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്റെ കൂടെ ഒരു വർക്ക് ചെയ്യാനായിട്ട് ഒരു പെന്തക്കോസ്റ്റൽ ഒരു ബ്രദർ വന്നു. ആ ബ്രദർ വിളിച്ചുകൊണ്ട് അവരുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം കൊണ്ടുപോയി. പിന്നെ അവരുടെ ഒരു അങ്കിള് ഒരു ദേവദാസം വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പം ഈ ബ്രദർ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങള് വല്ലപ്പോഴും ഒക്കെ പറയും. മാതാവ് കൊന്തയൊല്ലല്ലോ. ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു കഴിഞ്ഞാൽ 3 പ്രാവശ്യം കൊന്തയൊല്ലും മക്കൾക്ക് 3 പേർക്കും വേണ്ടി. അപ്പൊ അത് ആ ഒരു ഇതൊന്നും ശരിയല്ല എന്നുള്ള ഒരു ഇത് പറഞ്ഞെങ്കിലും നമുക്ക് അവരോടൊക്കെ അപ്പൊ ഒരു ഇഷ്ടക്കുറവാണ് നമുക്ക്, മാതാവിനെ കുറിച്ച് എതിരെ പറയുന്നവരൊക്കെ. പിന്നീട് ദൈവം തന്നെ അതൊക്കെ മാറ്റി തന്നു. ദൈവവചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെ മനസ്സിലാക്കി ഞങ്ങള് രണ്ടുപേരും കൂടെ അലൈനിൽ വെച്ച് സ്നാനപ്പെട്ടു. ഞങ്ങള് സ്നാനപ്പെടാനിടയായി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങള് അവിടെ ആരാധനയൊക്കെ അവിടെയാണ് കൂടിക്കൊണ്ടിരുന്നത്. 10-20 വർഷത്തോളം ഞങ്ങൾ അലൈനിലായിരുന്നു. ആ ഒരു ചർച്ചിൽ തന്നെ ആരാധനയൊക്കെ കൂടാനിടയായി. സ്നാനപ്പെട്ട് കഴിഞ്ഞ് ഈ സ്വഭാവത്തിനൊക്കെ ഒരു മാറ്റം വന്നു. ഡൗട്ടിന്റെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിക്കും പറഞ്ഞാൽ സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പം തുടങ്ങി ഞങ്ങളുടേതായ കുറെ പൈശാചിക മണ്ഡലങ്ങളെ ഇളകാൻ തുടങ്ങി. സത്യം പറഞ്ഞാല് അതുവരെ ഇല്ലായിരുന്ന പ്രശ്നങ്ങള് ഈ പറഞ്ഞ പോലെ പടകില് തിരമാല ആഞ്ഞടിക്കുന്ന പോലെ ഞങ്ങൾ ഒന്ന് കഴിയുമ്പോ ഒന്നായിട്ട് പ്രശ്നങ്ങൾ അങ്ങ് ഗുരുതരമായത് ആയി. ശരിക്കും പറഞ്ഞാൽ അതെല്ലാം ഉറങ്ങിക്കിടക്കുമായിരുന്നു. അവിടെ ഞങ്ങളിൽ അങ്ങ് കുടികൊള്ളുമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് എനിക്ക് ഈ പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ ഈ പിശാചിന്റെ പ്രവൃത്തിയാണ് ഈ അമ്മയിൽ നടക്കുന്നത് എന്നുള്ള ഒരു സുബോധം എനിക്ക് കിട്ടി. അപ്പൊ ഇതും എനിക്കും ആ ഒരു ബാധ വരുന്ന അത് പൈശാചികമാണെന്നുള്ള ഒരു ഇത് എനിക്ക് കിട്ടി. അപ്പം പ്രാർത്ഥിച്ചാലേ ഇതിനൊരു വിടുതലുള്ളൂ. മരുന്ന് കൊണ്ടും മന്ത്രവാദം കൊണ്ടും ഒന്നും ഇത് മാറത്തില്ല. ആരാധനയും അന്യഭാഷയിൽ ആരാധിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥന, വേറെ നമുക്കിത് രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല. അപ്പൊ ഞാൻ ഇരുന്ന് ദൈവകൃപയാല് പ്രാർത്ഥിക്കുമായിരുന്നു. പ്രാർത്ഥിക്കാനുള്ള ഒരു ദൈവകൃപ കിട്ടി. അതുപോലെ അവിടുത്തെ ചർച്ചില് അവരും നമ്മള് ഇങ്ങനെ ഒരു മണ്ഡലത്തിൽ നിന്ന് വന്നുകൊണ്ട് നമുക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥന സഹായങ്ങളൊക്കെ തന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതൊരു സംശയം എന്ന് പറയുമ്പം അതില് 1-2 കാര്യങ്ങൾ പറഞ്ഞാല് സംശയമായിരുന്ന കാര്യങ്ങൾ പലതും സത്യമാണ് ദൈവം എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ ഞാൻ ഇന്ന് വിഷമിക്കുന്ന വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ എന്റെ അമ്മ ഒത്തിരി മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പം എന്റെ കാര്യങ്ങള് എന്റെ അപ്പച്ചനോട് എന്റെ ഹസ്ബൻഡ് പറയുമ്പം അപ്പച്ചൻ പറയും അവൾക്ക് അമ്മയുടെ അസുഖം തന്നെയാന്ന് പറയും. അപ്പം വേറെ ഒരു അപ്പച്ചനെല്ലാം ഈ സയന്റിഫിക് ആയിട്ട് കാണണം, അസുഖം വന്നാൽ മരുന്ന് കഴിക്കാന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്കൊന്നും. അപ്പം ഞങ്ങളിവിടെ ആയിരുന്നെങ്കിൽ, നാട്ടിലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ മെന്റൽ ഹോസ്പിറ്റലായി പോയേനെ. കർത്താവ് ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റി ദുബായിൽ കൊണ്ടുപോയിട്ട് പണിതു സത്യം പറഞ്ഞാൽ. അപ്പം അവിടെ നിന്നാണെങ്കിലും വിളിച്ചു പറയും ഇടയ്ക്ക് ഞാൻ വഴക്കുണ്ടാക്കുമ്പം അവള് ഇങ്ങനെയാന്ന് പറയുമ്പോഴത്തേക്കും പറയും അവൾക്ക് അമ്മയുടെ അസുഖമാണ്, അവൾക്ക് ട്രീറ്റ്മെന്റ് അങ്ങനെ ഒരു ഇത്. അപ്പം എനിക്ക് അതുകൊണ്ട് ഞാൻ ഈ അപ്പച്ചനോട് ഒരു കാര്യങ്ങളും പറയാണ്ട് അങ്ങനെയൊക്കെ ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എന്നാലും ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ അപ്പച്ചൻ അറിഞ്ഞുകൊണ്ടിരുന്നു.
ദൈവം ഈ പറഞ്ഞ സംശയമാന്ന് ഞാൻ മുമ്പ് പറഞ്ഞില്ലേ, സംശയമാന്ന് എനിക്ക് തോന്നിയിരുന്ന കാര്യങ്ങൾ പലതും സത്യമായിരുന്നു എന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തി സത്യം പറഞ്ഞാല് ഡിവോഴ്സ് ചെയ്യേണ്ട കാര്യങ്ങള് വരെ ഉണ്ടായി. കൂട്ടുകാരും ഹസ്ബൻഡും കൂട്ടുകാരും കൂടെ അവര് ജാതികളായ മറ്റു മതക്കാരൊക്കെ, അവർക്ക് ദൈവത്തെ അറിയില്ല, അവർക്ക് എൻജോയ് ചെയ്യണം, ലൈഫ് എൻജോയ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇതേ ഉള്ളൂ. ജോലി കഴിഞ്ഞാൽ പിന്നെ എൻജോയ്മെന്റ്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും അവരെല്ലാരും കൂടെ എനിക്കെതിരായി. ഞാനപ്പം ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയായി. പക്ഷെ ദൈവം, നമ്മുടെ കർത്താവ് കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ ഒന്നും നിലംപരിച്ചാകാതെ ദൈവം എന്നെ താങ്ങി. അപ്പം ഈ ചില തെറ്റായ സ്വഭാവങ്ങളും കാര്യങ്ങളും ഞാൻ എതിർക്കുന്നത് കൊണ്ട്, ഞാൻ പറഞ്ഞില്ല എനിക്ക് മെന്റലാന്ന് അങ്ങ് അടിച്ചു പരത്തി. അപ്പം പിന്നെ ഒന്നും ആരും അറിയത്തില്ലല്ലോ. ഞാൻ ഓപ്പൺ ആയിട്ട് അങ്ങ് പറയാ. കാരണം എന്റെ മുമ്പിലത്തെ 1-2 ഇന്റർവ്യൂവില് ഞാൻ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ദൈവമില്ലാത്ത കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നും, ഞങ്ങള് മന്ത്രിമാരും MLA മാരും അങ്ങനത്തെ ആൾക്കാരും ഒക്കെ, ആ സഖാക്കളും പാർട്ടി പ്രവർത്തകർ, അതായിരുന്നു ഞങ്ങളുടെ ജീവിതം. അതിന്റെ അപ്പുറം ഞങ്ങൾ ആ ഒരു കുളത്തിലായിരുന്നു. അതിന്റെ അപ്പുറം ഞങ്ങൾക്ക് ആരെ അറിയില്ല. നേരെ പോന്ന് ജീവിക്കണം, അങ്ങനെ ആ ഒരു നിർബന്ധമായിരുന്നു അപ്പച്ചന്, തെറ്റായ മാർഗത്തിലോട്ട്. അപ്പൊ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് വേണ്ടി ജീവിക്കുന്നവർ, അവർക്ക് മറ്റ് സ്വഭാവങ്ങളോ ദോഷങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെ അതൊക്കെയാണ് ഞാൻ മറ്റുള്ള ഇന്റർവ്യൂയിലൊക്കെ പറഞ്ഞേക്കുന്നതെങ്കിലും അതുകൊണ്ടൊന്നും അതല്ല എന്നെ പറ്റി പറയുന്ന, എന്റെ കുടുംബത്തെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ റിയൽ ആയിട്ട് എന്റെ ലൈഫിൽ നടന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പൈശാചിക മണ്ഡലങ്ങളോട് പോരാടാൻ ദൈവം എന്നെ പഠിപ്പിച്ചു. അതുപോലെ പൈശാചികമായിരുന്നു. എന്റെ അമ്മയുടെ കുടുംബത്തിൽ പലർക്കും ഈ സംശയരോഗമുണ്ട്. ആ പൈശാചിക മണ്ഡലത്തില് ഇപ്പോഴും ഓരോ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല പഠിപ്പം, നല്ല സ്ഥാനങ്ങളിൽ ഇരുന്ന സഹോദരങ്ങളൊക്കെ അവരൊന്നും ഓരോ പ്രശ്നങ്ങൾ മരിച്ചുപോയി. ഒരു സഹോദരൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. അവരുടെ മക്കള് 3 പേര്, ആരും രക്ഷപ്പെട്ടില്ല. 2 പേര് മന്ദബുദ്ധികളാണ്. ഒരു കുട്ടി നല്ല കുട്ടിയുണ്ട്, അത് വെറ്റിനറി ഡോക്ടറാണ്, കല്യാണം കഴിഞ്ഞിട്ടില്ല. വേറൊരാള് പൈലറ്റാണ്. അങ്ങനെ നോക്കിയാല് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ എല്ലാം നല്ല ഇതിലുണ്ടെങ്കിലും പൈലറ്റ് ഇതുവരെ കല്യാണം കഴിച്ചില്ല. 50 വയസ്സോളമായി. അങ്ങനെ നമ്മള് ഇപ്പം എല്ലാരെയും അങ്ങ് ബന്ധിച്ചിട്ടിരിക്കുക, പിശാച് ബന്ധിച്ചിട്ടിരിക്കുക. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും ആരും മനസ്സിലാക്കത്തുമില്ല. അപ്പം എന്നെ ദൈവം പഠിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈശാചിക മണ്ഡലങ്ങളെ വെളിപ്പെടുത്തി തന്നു. അതാണ് എന്നെ ഇട്ട് കറക്കുന്നതെന്നും എന്റെ അമ്മയുടെ സഹോദരങ്ങളൊക്കെ അതാണ് പിടിച്ചു എന്നൊക്കെ. അല്ലാണ്ട് ഈ അപ്പച്ചൻ പറയുന്ന പോലെ ഇതൊരു രോഗമല്ല, ട്രീറ്റ്മെന്റ് കൊണ്ട് ഇത് മാറത്തില്ല എന്നുള്ള ആ ഒരു ഇത് കിട്ടി. അങ്ങനെ ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ദൈവത്തിൽ നിന്ന് ഇത്തിരി അകന്നാല്, അല്ലെ എന്റെ പ്രാർത്ഥന അല്പം കുറഞ്ഞാല് ഈ മണ്ഡലങ്ങൾ പിന്നെയും എഴുന്നേൽക്കും. അപ്പൊ അതുകൊണ്ട് കർത്താവിന്റെ പാദത്തിൽ ഇരിക്കാൻ വേറെ രക്ഷയൊന്നുമില്ല എനിക്ക്. അപ്പൊ എനിക്ക് സന്തോഷാ. ദൈവത്തിന്റെ കർത്താവിന്റെ പാദത്തിൽ നമുക്ക് എന്തോ ഭയങ്കര ധൈര്യവും ഉറപ്പും ദൈവം അങ്ങോട്ട് ആ ദൈവസ്നേഹവും എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും എനിക്കെതിരെ ഇവര് ശരിക്കും പറഞ്ഞാൽ ശക്തരായ ആൾക്കാരെ എനിക്കെതിരെ നിന്ന്. കാരണം അവിടെ എനിക്ക് എന്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടില്ല, സഹോദരങ്ങളുടെ സപ്പോർട്ടില്ല, ആരുടെയും സപ്പോർട്ടില്ല. ഉള്ളവരെന്ന് പറഞ്ഞാൽ ഈ ഫ്രണ്ട്സും അവരെല്ലാരും കൂടെ ഒറ്റക്കെട്ടാ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമ്മള് ശരിക്കും പറഞ്ഞാൽ ഞാനാണെങ്കിൽ ഒട്ടും ഒരു ധൈര്യം ഇതൊന്നും ഇല്ലാത്തൊരു വ്യക്തി ജീവിതം ആയിരുന്നു. പക്ഷെ അവര് ആ സമയം ദൈവം എന്നെ അങ്ങോട്ട് അതിനെ പ്രാപ്തിയാക്കി. അങ്ങനെ പിന്നെ അപ്പച്ചന്റെ എന്ന് പറഞ്ഞാലും അവിടുത്തെ ഈ അപ്പൂപ്പൻ ഞാൻ എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിക്കുന്നത്, അവരെല്ലാരും എല്ലാരും കത്തോലിക്കരാണെങ്കിലും അവിടെയും ഈ നിരീശ്വരവാദം കിടന്ന് കളിക്കുക പാരമ്പര്യമായിട്ട് തന്നെ. അപ്പൊ അതും ഒരു പൈശാചികം തന്നെയാണെന്നുള്ള, ദൈവത്തിനെതിരായിട്ട് നിൽക്കുവാണല്ലോ. അപ്പൊ മറ്റേത് പിന്നെ ദൈവത്തെ വിളിച്ചാൽ ദൈവം വിടുവിക്കും. ഇത് ദൈവം ഇല്ലെന്ന് പറയുന്നവരെ പിന്നെ ആര് വിടുവിക്കാനാ? അപ്പൊ തീർച്ചയായിട്ടും ദൈവം ഇല്ല എന്ന് മൂഢൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ബൈബിൾ പറയുന്നു. അതെ, സ്തോത്രം. അതെ. അപ്പൊ എത്ര വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളാണെങ്കിലും ചെങ്കടലിനെ 2ആയിട്ട് പിളർന്ന ദൈവത്തിന്, അല്ലെങ്കിൽ കന്യകയിൽ ജനിച്ച ദൈവത്തിന്, മരണത്തെ ജയിച്ചെഴുന്നേറ്റ കർത്താവിന് അസാധ്യമായിട്ട് ഒരു മനുഷ്യനും ചെയ്യാൻ ഒന്നുമില്ല. ഒരു മനുഷ്യനായിട്ട് ഒന്നും ചെയ്യാനില്ല. പക്ഷെ ഈ ദൈവം ഇല്ലെന്ന് പറയുന്ന വ്യക്തിക്ക് വേണ്ടി എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ എന്റെ ആദ്യം ദൈവം എന്നെ ആ മണ്ഡലത്തിൽ നിന്ന് വിടുവിച്ചു. ദൈവമില്ലെന്ന് പറഞ്ഞ അവിടുന്ന് ദൈവം എന്നെ വിടുവിച്ചു. സ്തോത്രം. അപ്പൊ ആ ദൈവത്തിന് എന്റെ ഹൃദയത്തിൽ സ്ഥാനമായി. അവിടെ നിന്നുകൊണ്ട് ദൈവം മറ്റും പൈശാചിക മണ്ഡലങ്ങളോട് എതിർക്കാനും ജയിക്കാനും ഉള്ള കൃപ തന്നു. അങ്ങനെ
ഞങ്ങൾ തമ്മിൽ ഒത്തിരി പ്രയാസങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാല് അവസാനം എന്നെ ഡിവോഴ്സ് ചെയ്യാൻ എന്നെ കോടതി കയറ്റി. എനിക്കെതിരെ ഡിവോഴ്സ് കേസായി. അങ്ങനെ ഞാൻ കോടതി പോയിട്ട്, ഞാൻ ഈ കോൺവെന്റ് സ്കൂളിലൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരു പമ്മി നടക്കുന്ന ഞാൻ കോടതി കയറേണ്ടി വന്നു. 5 വർഷം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചു. ഒരു കാരണവുമില്ല. അവരുടെ ആ മണ്ഡലങ്ങളിൽ ഞാൻ ഇടപെടുന്നു, അതിനെ എതിർക്കുന്നു. നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത ഇടങ്ങളിലാണ് അവരുടെ പോക്കുവരവുകള്. അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല, അതിനെ ഞാൻ എതിർക്കുന്നു എന്നുള്ളതാണ് ഒറ്റ കാര്യം. അതിന് എനിക്കെതിരെ ഡിവോഴ്സ് കേസായി. സത്യം പറഞ്ഞാൽ എനിക്ക് ഞാൻ തകർന്നു പോകേണ്ട മണ്ഡലങ്ങളാ. കാരണം മറ്റുള്ളവരുടെ മുമ്പിൽ നോക്കുമ്പം ഈ ആൾക്കാരൊന്നും എന്താ റീസൺ എന്നൊന്നും ചോദിക്കാൻ നിൽക്കില്ല. ഒരാൾക്കെതിരെ ഡിവോഴ്സ് കേസ് കൊടുത്താ അപ്പൊ അവളുടെ കുറ്റം, അത്രേ ഉള്ളൂ. വേറെ അവിടെ ആരും ആലോചിക്കാനും ഇല്ല, ഒന്നുമില്ല. ഈ അപ്പച്ചന്റെ പേര് എന്റെ പേരിന്റെ കൂടെ ഉള്ളതുകൊണ്ട് ഇവിടെ ഈ കോടതിയിൽ അവിടെ എന്റെ ഒരു കസിൻ ഉണ്ടായിരുന്നത്, പുള്ളി ഇത് കണ്ട് പുള്ളിക്ക് ഇത് പെട്ടെന്ന് ഇത് ഞാനാന്നുള്ള അറിയാം. അങ്ങനെ ഇത് എന്നെ പറ്റി ഒരിക്കലും അവരാരും അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ഇങ്ങനെ പതുങ്ങി ഇങ്ങനെ ഇതായത് കൊണ്ട്. പക്ഷെ ഇത് ഇങ്ങനെ വന്നപ്പോഴത്തേക്കും, അതുപോലെ ഞങ്ങൾ പുറത്തല്ലേ, ഇനി എന്റെ സൈഡിൽ എന്താ എന്നുള്ളതാണല്ലോ. പിന്നെ എന്തായാലും ഞങ്ങൾ 5 വർഷം സെപ്പറേറ്റ് ആയിട്ട് ജീവിച്ചു. 3-4 പ്രാവശ്യം അവിടുന്ന് ഇവിടെ കോർട്ടിൽ വരേണ്ടി വന്നു. അത് കഴിഞ്ഞ് ദൈവകൃപയാല് അവിടുത്തെ ചർച്ചും ദേവദാസന്മാരും ദൈവമക്കളും ഒക്കെ എന്റെ കൂടെ നിൽക്കുകയും സപ്പോർട്ട് തരികയും പ്രാർത്ഥിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വീണ്ടും യോജിച്ച് ജീവിക്കാൻ ഇടയായി. അപ്പം എന്തൊക്കെയാണെങ്കിലും, എന്തൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ ഡിവോഴ്സ് ദൈവം വെറുക്കുന്നു എന്നുള്ളത്, അത് ദൈവം ആ ഒരു വചനം എന്റെ ഉള്ളത്തില് ഇപ്പം ക്ഷമിക്കാനുള്ള ഒരു കൃപ. കാരണം ദൈവം വെറുക്കുന്ന ഒരു കാര്യത്തെ നമ്മള് ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ അങ്ങനെ ക്ഷമിക്കാനായിട്ട്, ക്ഷമ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എനിക്കില്ലാത്തൊരു ക്വാളിറ്റിയാണ് ക്ഷമിക്കാൻ പറ്റാത്ത. നമ്മളെ ന്യായീകരിച്ചുകൊണ്ട് നീതീകരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പം ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് എന്നെ ഇതൊക്കെ ചെയ്തതെന്നുള്ള ആ ഒരു ഫീലിംഗ് വരുമ്പോ ഉണ്ടല്ലോ, നമുക്ക് അങ്ങോട്ട് ക്ഷമിക്കാൻ പറ്റത്തില്ല. അങ്ങനെ പിന്നെ മക്കളാണെങ്കിലും ആ സമയപ്പോഴേക്കും മക്കള് ഒരു ടീനേജേഴ്സ് ഒക്കെ ആയി. അപ്പൊ അവർക്കും ആകെ കൺഫ്യൂഷൻ, ഇത് എന്താ ഈ സംഭവിക്കുന്നതെന്ന് അവർക്കും പിടികിട്ടുന്നില്ല. നമുക്കിപ്പം അച്ഛന്റെ കാര്യങ്ങള് അവരോട് അധികം ഷെയർ ചെയ്യാൻ പറ്റാവുന്ന പ്രായമൊന്നുമല്ല. അങ്ങനെ ഒത്തിരി പ്രയാസം ആ സമയങ്ങളിൽ അങ്ങനെയൊക്കെ ഉണ്ടായി. ഏതായാലും ദൈവം ഞങ്ങളെ വീണ്ടും ഒരുമിച്ച്, ഞങ്ങള് കഴിഞ്ഞ വർഷം വരെ ദുബായിലും അലൈനിലും അവിടെ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്ത് 10-30 വർഷം. അത് കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് തിരിച്ചു വന്നു. ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നു. ജോലിയിലും മറ്റു കാര്യങ്ങളിലൊക്കെയും ദൈവത്തിന്റെ കൃപയും കരുണയൊക്കെയും കൂടെ ഇന്ന് സഹായിച്ചു. പ്രാർത്ഥന ഒന്നും മുടക്കാണ്ട് കർത്താവ് സഹായിച്ചു. ഉപവാസ പ്രാർത്ഥനകളും മറ്റു കാര്യങ്ങളും ഒക്കെ. അതുകൊണ്ട് ദൈവം ഞങ്ങളെ സമാധാനത്തോടെ കിടന്നുറങ്ങാൻ പറ്റുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. അതുമല്ല, നമ്മുടെ തലയ്ക്ക് ചില സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് കണ്ണിൽ കാണുന്ന കാര്യങ്ങളും മറ്റും നമുക്ക് നമ്മളെ വട്ടുപിടിപ്പിക്കുന്ന പോലത്തെ ഇതാ. പക്ഷെ അത് നമ്മുടെ സംശയമായിട്ട് അങ്ങ് ചിത്രീകരിക്കും. നമ്മളപ്പം എന്താ പറയണേ, അത് നമ്മൾ തന്നെ അംഗീകരിക്കും നമുക്ക് മെന്റലാന്നുള്ള. ഇല്ലാത്ത മെന്റൽ നമ്മൾ തന്നെ പലരും പറഞ്ഞിങ്ങനെ വരുമ്പോഴത്തേക്ക് അതിനുള്ള മെഡിസിൻ എടുക്കാൻ വരെ ഞാൻ തയ്യാറായി എന്നുള്ളതാണ് ആദ്യം. എന്തായാലും അതിലെല്ലാം ദൈവം വിടുതല ഒന്ന്, ദൈവത്തിന് സ്തോത്രം. പിന്നെ പറയാനുള്ളത്, ഞാനിപ്പം പറഞ്ഞു വന്നേ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ ഭാര്യ ഭർത്താവ് ബന്ധം അത് രണ്ടുപേരും ആ ദൈവഭയത്തിലും ഭക്തിയിലും ജീവിച്ചില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ, കുടുംബജീവിതം തകർന്നു കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ കാര്യം പറയാനുണ്ടോ? നമുക്ക് അവർക്കൊരു സ്നേഹം കൊടുക്കാനോ അവരുടെ സന്ധിക്കാനോ അങ്ങനെ ഒന്നും നമുക്ക് പറ്റുന്നില്ല. കാര്യം സ്കൂളിൽ വിടുന്നുണ്ട്, ഭക്ഷണം കൊടുക്കുന്നുണ്ട്, വസ്ത്രം കൊടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള ശരിയാണെങ്കിലും ഞങ്ങൾക്കും അങ്ങനെയായിരുന്നു. ഞങ്ങൾ 4 പേർക്ക് ഞങ്ങൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാ, ഒന്നിനും ഒരു കുറവില്ല. പക്ഷെ ആ ഒരു സ്നേഹത്തിൽ വളർത്താനോ ദൈവസ്നേഹത്തിൽ വളർത്താനോ അതിനൊന്നും പറ്റിയില്ല. അതിൻ്റെതായ ദോഷങ്ങൾ ഞങ്ങൾ 4 പേരും അനുഭവിച്ചു. ദൈവത്തിന്റെ കരുണയാലും ഞാൻ ദൈവത്തെ അറിഞ്ഞു. അതുകൊണ്ട് എനിക്കൊരു വ്യത്യാസം ദൈവം തന്നു. മക്കള് വളർന്നു വരുന്നത് അവിടെ, ഞങ്ങൾ ദുബായിലായിരുന്നു. അപ്പം അവരും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല. കാരണം നമ്മളെ ഇന്നൊരു ഇതൊന്നും അവർക്ക് ഞങ്ങൾ അവരെ പിന്നെ ബോർഡിംഗ് സ്കൂളിൽ വിട്ട് തിരിച്ചു വന്നപ്പോ അവര് കൂടുതൽ അങ്ങ് റിബലായിട്ട്, അവരെ വിട്ടതിന്റെ ദേഷ്യവും എല്ലാം കൂടെ അവര് കൂടുതൽ റിബലായിട്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങള് സ്കൂളുകൾ മാറി നോക്കി, രാജ്യങ്ങൾ മാറ്റി അയച്ചു നോക്കി പഠിക്കാൻ വേണ്ടി. പോയടത്തുനിന്നൊക്കെ അവര് തിരിച്ചു വന്നു.
നമ്മൾ അവിടെ സമ്പാദിച്ച അതൊക്കെ കുറെ അങ്ങ് ഒഴുകിപ്പോയി എന്ന് പറയാം. അത് അങ്ങനെ എല്ലായിടത്തുനിന്നും നമുക്ക് ഒത്തിരി പ്രയാസങ്ങൾ ലൈഫിലുണ്ടായി. അതെല്ലാം ദൈവത്തിന്റെ ശുദ്ധീകരണമായിരുന്നു എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. ദൈവത്തിന് സ്തോത്രം. മക്കളാണെങ്കിൽ 3 പേരും അവര് പറഞ്ഞാലൊന്നും കേൾക്കില്ല. അവർക്ക് ഞങ്ങളോടൊരു സ്നേഹം, ഒരു ബഹുമാനം അങ്ങനെ ഒന്നുമില്ല. അത് ഞങ്ങൾ അങ്ങോട്ടും അവരെ ആ ഒരു ഇതില് വളർത്തിയിട്ടില്ല. അപ്പൊ അവര് കൂടുതലും മറ്റു ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ മറ്റു നാഷണാലിറ്റീസ്, അവിടെ പല അവരുണ്ടല്ലോ, നമ്മുടെ കൾച്ചറിനോടൊന്നും യോജിക്കാൻ പറ്റാത്ത ആൾക്കാരുമായിട്ടും അവരുമായിട്ടെല്ലാം കൂട്ടുകെട്ടായി. അവർക്ക് എവിടുന്ന് സ്നേഹം കിട്ടുന്നോ, അവർക്ക് എവിടുന്ന് ഇത് കിട്ടുന്നോ, അവരവിടെ അങ്ങോട്ട്. അങ്ങനെ ഞങ്ങള് ഒത്തിരി വിഷമിച്ചു. അവിടെ നിന്നും ദൈവം അവരെ 3 പേരെയും പിന്നെ പഠിക്കാനായിട്ട് വേറെ രാജ്യങ്ങളിലൊക്കെ വിട്ടു. അവിടെ പോയിട്ടും കുറെ പ്രയാസങ്ങൾ അവിടെ ഉണ്ടാക്കി. ഞാൻ പലപ്പോഴും പോകേണ്ടതൊക്കെ ആയിട്ട് വന്നു. എന്നാ ശരിക്കും പറഞ്ഞാല് മാനുഷികമായിട്ട് സോൾവ് ചെയ്യാൻ പറ്റാത്ത അനേകം വിഷയങ്ങളിലൂടെ ഞാനത് പറയാൻ എനിക്ക് പേഴ്സണലായിട്ട് ആരുടെങ്കിലും വിഷയങ്ങൾ ഷെയർ ചെയ്യുമ്പം മക്കളെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. അത് എത്ര മോശം കാര്യമായാലും ശരിയാ. കാരണം അതിലും വലിയ വിഷയങ്ങളിലൂടെ കടന്നുപോയി ഞങ്ങളുടെ മക്കൾ. അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചു. ഞാന് പല ദേവദാസന്മാരൊക്കെ ഈ വിസിറ്റിംഗ് വിസയിലൊക്കെ പേര് കേട്ട ദേവദാസന്മാരൊക്കെ വരുമ്പോൾ ഞങ്ങൾ വിളിച്ച് വീട്ടിൽ കൊണ്ടുപോകും. അപ്പൊ ചിലരൊക്കെ പറയും, അടയ്ക്കയാണെങ്കിൽ പിടിച്ച് മടിയിലിരുത്താൻ, കവുങ്ങാണെങ്കിൽ മടിയിലിരുത്താൻ പറ്റില്ല. അപ്പോഴും ഞാൻ ഓർക്കും, ദൈവത്തിന് സാധ്യമായിട്ടൊന്നും ഇല്ലെന്നാണല്ലോ എഴുതിയേക്കുന്നത്. കവുങ്ങാണെങ്കിലും ദൈവത്തിന് അടക്ക പോലെ തന്നെയാണല്ലോ കവുങ്ങെന്നൊക്കെ ഞാനിങ്ങനെ ഓർക്കും. പ്രാർത്ഥിക്കും, ഉപവസിക്കും. അതല്ല എന്റെ മുറയ്ക്കങ്ങ് നടന്നു എന്ന്. കർത്താവ് എപ്പോ വരെ വിടുവിച്ചു എന്ന് എനിക്കറിയില്ല. കർത്താവ് വിടുവിച്ചു. ദൈവ സ്തോത്രം. അവര് 3 പേരും ദൈവഭാഗത്തേക്ക് വന്നു. ഇപ്പൊ ഞങ്ങളോട് സ്നേഹവും ബഹുമാനവും ഒക്കെ ഉണ്ട്. അവര് 3 രാജ്യങ്ങളിലായിരിക്കുന്നു. ഇതാണ് ദൈവത്തിന് വേറെ എന്താ പറയുന്ന, കുടുംബജീവിതത്തിലാണ് ദൈവത്തിന്റെ പണി മുഴുവൻ നടത്തി ഞങ്ങളെ ദൈവസ്നേഹത്തിലേക്ക് ദൈവം കൂട്ടിവെറ്റി. ദൈവത്തെ കൂടുതലായിട്ട് അറിയാനും എല്ലാം ഇടയായി. കയ്പിന്റെ അനുഭവങ്ങളായിരുന്നു വർഷങ്ങളെങ്കിലും. എനിക്ക് ഒരു 10-20 വർഷം ഞാൻ ദൈവമില്ലെന്ന് പറഞ്ഞതിനേക്കാൾ അത്രയും തന്നെ വർഷങ്ങൾ എടുത്തു ഈ ഇതിൽ കൂടെയും കടന്നുപോയി. പക്ഷെ അതെല്ലാം ദൈവം ഞങ്ങളെ ഒരുക്കി കറകളൊക്കെ തീർത്തുകൊണ്ടേ ഇരിക്കുന്നു. ഇപ്പോഴും അത് അന്ത്യത്തോളം ദൈവം നടത്തി. ദൈവരാജ്യം നഷ്ടമാക്കുന്ന ഒന്നും നമ്മളിൽ ഉണ്ടാവരുത് എന്നുള്ള പ്രാർത്ഥനയില് മുന്നോട്ട് പോകുന്നു. സിസ്റ്റർ ജീവിതത്തിലെ ചെറുപ്പത്തിലെ ഉള്ളതായ അനുഭവങ്ങൾ ദൈവമില്ല എന്ന് കൊണ്ട് എത്തിച്ചെങ്കിലും ഇപ്പോൾ സിസ്റ്റർ ദൈവമുണ്ടായെന്ന് തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നോ ഇല്ലയോ? ഇപ്പൊ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നു. ഞങ്ങളവിടെ ഈ MD പിന്നെ കോഴ്സിന് ചേർന്നു. അവിടെ അലൈനിൽ വെച്ചിട്ട് ഒരു എക്സ്റ്റൻഡഡ് കോഴ്സിൽ ചേർന്ന് MD പഠിക്കാനിടയായി, ഗ്രാജുവേറ്റ് ചെയ്യാനിടയായി. അപ്പൊ അങ്ങനെ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് വചനം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം വന്ന്. അപ്പൊ അങ്ങനെ ഇപ്പൊ ഇടയ്ക്ക് കഴിഞ്ഞ മിനിയാന്നൊരു സുവിശേഷ വേല ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടുത്തെ ചർച്ചിന്റെ, ഫെയ്ത്ത് സിറ്റി ചർച്ചിന്റെ. അപ്പൊ അതിന് പോകാനായിട്ട്, അതാണ് ഏറ്റവും ദൈവത്തിലേക്ക് പിശാചിന്റെ കയ്യിലിരിക്കുന്ന ജനത്തെ വിടുവിച്ച് ദൈവമക്കളാവണം നമ്മളെല്ലാവരും എന്നുള്ള അതാണല്ലോ ദൈവം നമ്മളെ ഏൽപ്പിച്ചേക്കുന്നത്. അതിനുവേണ്ടി സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. സ്തോത്രം സിസ്റ്ററെ. ഒരു രാഷ്ട്രീയ പാരമ്പര്യത്തിലൂടെ വളർന്ന് അങ്ങനെ ഒരു ദൈവമില്ല എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എത്തിച്ചേർന്നെങ്കിലും കുടുംബജീവിതത്തിന്റെ ഒരുപാട് അനുഭവങ്ങളും ജീവിതത്തിന്റെ അനുഭവങ്ങളും സിസ്റ്ററെ ഇപ്പോൾ ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കാനിടയായി തീർന്നു അല്ലേ? അതെ. മനുഷ്യന് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരുന്നത്. നമ്മൾ തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ വിശ്വസിപ്പാനും ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാനും സിസ്റ്റർ ജീവിതത്തില് കുടുംബമായി കുഞ്ഞുങ്ങൾ സഹിതം കർത്താവ് ഇടയാക്കി തീർത്തു. പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ട്, സാധ്യമാക്കി തീർക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന് ജീവിതത്തിൽ മനസ്സിലാക്കി അല്ലേ? ഏതവസ്ഥകളിൽ നിന്നും മനുഷ്യനെ ഉദ്ധരിപ്പാൻ കുടുംബജീവിതം തകർന്നു പോകുന്ന ഒരവസ്ഥയായാലും, കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്ന ഒരവസ്ഥയായാലും, മാനസികമായി തകർന്നു പോകുന്ന ഒരവസ്ഥയായാലും, ഏതൊരു മനുഷ്യന്റെ സിറ്റുവേഷൻ കൂടെ ഏത് മനുഷ്യൻ കടന്നു പോയാലും ആ അവസ്ഥയിൽ നിന്ന് നമ്മെ വിടുവിപ്പാൻ കഴിയുന്ന ഒരു ജീവനുള്ള ദൈവമുണ്ട്. മനസ്സിലാക്കുവാൻ കർത്താവ് ജീവിതത്തിൽ സഹായിച്ചല്ലോ.
അതെ അതെ, ദൈവം ഒത്തിരി പണിഞ്ഞു. നല്ല കുശവനായ കർത്താവ്, നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയുന്നത് അവനൊരു നല്ല കുശവൻ. അതെ, അവൻ ഉടയ്ക്കും, ഉടച്ചിട്ട് എടുത്ത് കളയുമല്ല, ഉടച്ചിട്ട് എന്തോ ചെയ്യും, പണിഞ്ഞു കഴിഞ്ഞ് ഒരു നല്ല ഒരു കുശവനാണ് ഈ പണിയാൻ പറ്റുന്നത്. ഉടയ്ക്കുകയൊക്കെ ചെയ്യുന്ന കർത്താവ് നമ്മെ പണിഞ്ഞ് ആ പാത്രം പറയും നല്ലൊരു കുശവൻ ഉണ്ടെന്ന്. ഇല്ലയോ? മണ്ണായി കിടക്കുമ്പോൾ ഒരു കുശവന്റെ പ്രവൃത്തിയെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരു നല്ലൊരു പാത്രമായി മാറുമ്പോൾ തീർച്ചയായിട്ടും കണ്ടാൽ നമുക്ക് ഏത് മനുഷ്യനും മനസ്സിലാക്കാൻ പറ്റും നല്ലൊരു ഒരു കുശവനുണ്ട്, അത് ഉണ്ടാക്കാൻ കഴിയുള്ള ഒരു ക്രിയേറ്റർ ഉണ്ടെന്ന് മനസ്സിലാക്കി. ജീവിതാനുഭവങ്ങളിലൂടെ നല്ല ഒരു കർത്താവ് ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞല്ലോ. കർത്താവ് സഹായിക്കട്ടെ. ഇങ്ങനെ ഒരുപാട് നമ്മൾ ചിന്തിക്കും പലപ്പോഴും രാഷ്ട്രീയത്തിന്റെ ഒക്കെ വലിയ അവസ്ഥകളിൽ നിൽക്കുന്ന ആളുകള് കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിലാണെന്ന്. എന്നാൽ അവരുടേതായ ഈ അവസ്ഥ കേട്ടപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിയുന്നു. അതെ, ഒരു വലിയ ഒത്തിരി പേര് വലിയ പ്രയാസങ്ങളില്ല. പക്ഷെ ആ ഒരു പേരിന്റെയും മറ്റും പുറകില് നിൽക്കുന്നത് കൊണ്ട് പുറത്തേക്ക് ആരും പറയാറില്ല. എല്ലാം ഇങ്ങനെ ഒതുക്കി അടക്കി നമ്മള് പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന അവസ്ഥകള്. അതെ അതെ അതെ, മനുഷ്യനെ പിശാചിന്റെ ബന്ധനങ്ങളെ അഴിപ്പാൻ നമ്മുടെ കർത്താവ് വന്നെന്ന് പറഞ്ഞു പോലെ ദൈവസന്നിധിയിൽ കടന്നു വരുന്നവരടുത്ത് അവരുടെ ബന്ധനങ്ങളെ കർത്താവ് അഴിച്ചു മാറ്റി. പിശാച് അറുപ്പാനും മുടിപ്പാനും കൊല്ലുവാനും കടന്നു വരുന്നു. എന്നാലും മനുഷ്യപുത്രൻ കടന്നു വരുന്നത് സമാധാനവും ജീവനും നിത്യജീവനും കൊടുത്ത് മനുഷ്യനെ രക്ഷിപ്പാനാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നത്. മനസ്സിലാക്കാന് സിസ്റ്ററിന്റെ ജീവിതത്തിൽ കർത്താവ് സഹായിച്ചു. ഈ സാക്ഷ്യം കേൾക്കുന്ന ഇതുപോലുള്ള അവസ്ഥകളിലൂടെ ആരെങ്കിലും കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ മാനുഷികമാകുന്ന രീതിയിൽ ഏത് ഉന്നത അവസ്ഥകളിൽ ജീവിച്ചാലും അതൊന്നും നമ്മളെ ഒരിക്കലും ഒരു ക്രിസ്തുവിങ്കിലേക്ക് അടുപ്പിക്കത്തില്ല. നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു അവസ്ഥയാണ്. സമാധാനം തരുവാനും സന്തോഷം തരുവാനും നല്ല സ്വസ്ഥമായ ഒരു ലൈഫ് തരുവാനും അതിലുപരിയായി മരണത്തിന് ശേഷം ഒരു ജീവൻ നല്ല തരുവാനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളെന്ന് ഒരു പ്രിയ സിസ്റ്ററിന്റെ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. കർത്താവ് പ്രിയ സിസ്റ്ററെ സഹായിക്കട്ടെ, പിന്നെയും അനേകർക്ക് ഉപകാരവും അനുഗ്രഹവുമാക്കി തീർക്കട്ടെ. ദൈവം സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സിസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചാൽ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത്യുന്നതനും മഹാപരിശുദ്ധനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ മക്കളാവുന്ന ഞങ്ങൾക്ക് നൽകി തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്ക് നന്ദി പറയുന്ന കർത്താവേ, ജോയ്സ് ടിവിയിൽ കർത്താവേ സ്തോത്രം. ദൈവമേ, പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസി കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ. സിസ്റ്റർ ദേവരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, എത്രത്തോളം അവളെ സഹായിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇതുപോലെ അനേകരെ കർത്താവെ അങ്ങയുടെ സാക്ഷ്യമായി കർത്താവെ നിൽപ്പാൻ കർത്താവ് മകളെ ഉപയോഗിക്കുന്നതിനായി നന്ദി പറയുന്നു. കുടുംബമായ കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കണമേ. ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെയും കർത്താവ് പ്രതിഫലം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ. അടിയന് കർത്താവെ ഇതുപോലൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനും കർത്താവെ അടിയനെ നടത്തിയ വിധങ്ങളെ കുറിച്ച് പറയുവാൻ ദൈവം എന്നെ ഹല്ലേലൂയ വിടുവിച്ച വിടുതലുകളെ കുറിച്ച് പറയുവാൻ ജീവനുള്ള ഒരു ദൈവമുണ്ടെന്ന് ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ ഇരിപ്പ് നടപ്പും അറിയുന്ന കർത്താവ്, കാണുന്ന കർത്താവ് ഹല്ലേലൂയ. ഞങ്ങളെ ചെറുതും വലുതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു നല്ല പിതാവ് ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ളതിനായി നന്ദി പറയുന്ന കർത്താവ്. ഏത് മണ്ഡലങ്ങളിലും കർത്താവെ സ്തോത്രം. എത്ര വലിയ പ്രയാസങ്ങളിലുമായിരുന്നാലും ഒരു മനുഷ്യ ജീവിതത്തിൽ കർത്താവെ മനുഷ്യനെ കൊണ്ട് അസാധ്യമായതിനെ സാധ്യമാക്കി തരുവാൻ കഴിവുള്ള നല്ല ദൈവമാണ് യേശു കർത്താവ് എന്ന് പറയുവാൻ ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. അടിയന് നൽകി തന്ന ഈ നല്ല സമയത്തിനായി നന്ദി പറയുന്ന കർത്താവെ. എന്നെ വിടുവിച്ച വിധങ്ങളെ ഹല്ലേലൂയ തിരിഞ്ഞു നോക്കിയാൽ കർത്താവെ ഹല്ലേലൂയ ദൈവമല്ലെന്ന് വിശ്വസിച്ച ഒരു പാരമ്പര്യത്തിൽ നിന്ന് കർത്താവെ, ദൈവമേ, സംശയരോഗം എന്ന പൈശാചിക മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവെ സ്തോത്രം. ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. അവിടെ നിന്നെല്ലാം കർത്താവ് ഹല്ലേലൂയ വിടുവിച്ച് കർത്താവിന്റെ ഹല്ലേലൂയ ഉറപ്പുള്ള പാറയാവുന്ന ക്രിസ്തുവിൽ നിർത്തിയ കർത്താവെ ഹല്ലേലൂയ. തകർന്ന് തരിപ്പണമാകാമായിരുന്ന ഞങ്ങളുടെ കുടുംബജീവിതം, ഞങ്ങളുടെ മക്കളുടെ ജീവിതങ്ങളെ കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ കരുണ ഹല്ലേലൂയ, അങ്ങയുടെ ദയ ഹല്ലേലൂയ എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവെ.
അങ്ങയുടെ ഉള്ളംകരങ്ങളിൽ ഞങ്ങളെ താങ്ങിയനായി സ്തോത്രം ചെയ്യുന്ന കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ കർത്താവെ സ്തോത്രം. ഞങ്ങളെ ഉടച്ചു കളയേണ്ട മണ്ഡലങ്ങളെല്ലാം ഉടച്ചു കർത്താവെ ഹല്ലേലൂയ പണിയാൻ കർത്താവിന് പ്രസാദം തോന്നിയല്ലോ. ദൈവത്തിന്റെ മഹാമനസ്സുവിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളെ കേൾക്കുന്നവർ കർത്താവെ ഹല്ലേലൂയ ഏതെങ്കിലും വിഷയങ്ങളിൽ കർത്താവെ ഹല്ലേലൂയ ഭാരപ്പെടുന്നുവെങ്കിൽ കർത്താവെ, അത് കുടുംബജീവിതത്തിലുള്ള പ്രശ്നങ്ങളായാലും മക്കളുടെ വിഷയങ്ങളായാലും കർത്താവെ ഹല്ലേലൂയ പൈശാചിക മണ്ഡലങ്ങളായാലും ഏത് മണ്ഡലങ്ങളിലും ദൈവമേ അങ്ങ് ഹല്ലേലൂയ പ്രവർത്തിപ്പാൻ ശക്തനും എപ്പോഴും ഏത് സമയത്തും സന്നദ്ധനായ ദൈവമാണല്ലോ കർത്താവെ. അങ്ങ് ഹല്ലേലൂയ അങ്ങയുടെ മക്കളെ കർത്താവെ സ്തോത്രം സ്നേഹിക്കുന്ന ദൈവമാണല്ലോ. അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം, അതിന്റെ ഉയരം, അതിന്റെ വ്യാപ്തി ആർക്കും മനസ്സിലാവില്ലല്ലോ കർത്താവെ ഹല്ലേലൂയ. അല്പം ആ സ്നേഹം കിട്ടിയപ്പോൾ ദൈവമേ ഹല്ലേലൂയ സ്തോത്രം കർത്താവെ. ഞങ്ങൾക്ക് ദൈവത്തെ കുറിച്ച് എത്രമാത്രം പറഞ്ഞാലും മതിയാവില്ല. ഹല്ലേലൂയ. ദൈവനാമം മഹത്വം എടുക്കുമാറാകട്ടെ. പ്രാർത്ഥന ഇട്ടിരിക്കാൻ സ്തോത്രം മാനവ മഹത്വം പൊഴിച്ച് അങ്ങേക്ക് പിതാവേ പുത്രനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ ആമേൻ ആമേൻ. ദേവദാസിയെ കർത്താവ് സഹായിക്കട്ടെ.